കോഴിക്കോട് ഇറങ്ങി ഞങ്ങൾ നേരെ എങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയണ്ടേ. നമ്മൾ വേറെ എവിടെയല്ല പോയത്, കോഴിക്കോട് ബീച്ചിലേക്കാണ്. ആദ്യത്തെ പ്ലാന് നമുക്ക് മിഠായി തെരുവിലേക്ക് പോകാമെന്നായിരുന്നു. അപ്പോൾ ഓട്ടോ കയറി പാട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ബീച്ച് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ബീച്ചിലേക്ക് പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നത്. ഇങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാതെയൊക്കെ പോകുന്നത്. അങ്ങനെ കിട്ടുന്ന ഒരു അവസരത്തിന് വല്ലാത്തൊരു ഫീലായിരിക്കും. പിന്നെ പിള്ളേർ രണ്ടാളും മാത്രമേ വെള്ളത്തിൽ ഇറങ്ങിയുള്ളൂ, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഞങ്ങൾ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 40 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു ഫോട്ടോയ്ക്ക്. അങ്ങനെ ഞങ്ങൾ 3 ഫോട്ടോ എടുത്ത് 3 കൂടി 100 രൂപ ആയിട്ടുള്ളൂ. എയ്സോന് ഒറ്റയ്ക്കും ഫോട്ടോ എടുത്ത്, ഞങ്ങളെ ഫാമിലി ആയിട്ട് എടുത്ത്, പിന്നെ പിള്ളേരെ 3 പേരെയും വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. സ്പോട്ടിന് തന്നെ അവർ പ്രിന്റ് ചെയ്തിട്ട് തരുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് ഫോട്ടോയൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എയ്സോന്റെ ആദ്യത്തെ ബീച്ച് ആയതുകൊണ്ട് ഓളെ ഒന്ന് കൊണ്ടുപോയി കടലിൽ മുക്കിയിട്ട് കൊണ്ടുവരാതിരുന്നാൽ ശരിയാവില്ലല്ലോ. പക്ഷെ ഓള് മുങ്ങുന്നതിനെക്കാട്ടും പേടി നമ്മൾ നനയോന്നുള്ളതായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഓളെ നനച്ചിട്ട് നമ്മളിങ്ങ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെ വന്നാൽ നമ്മൾ സ്വന്തം കോഴിക്കോടിന്റെ ഐസ്ചാറിന്റെ കുടിക്കാണ്ട് എങ്ങനെ പോകുക. അങ്ങനെ ഒരെണ്ണം വാങ്ങി. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.